ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു മസാലക്കറിയാണ് കേട്ടോ. ഇറച്ചിക്കറിയുടെ ഫ്ലേവറിൽ നമ്മൾ ചക്കക്കുരു മസാലക്കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വ്രതത്തിൻ്റെ ഒക്കെ ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെജിറ്റബിൾ കറികളായിരിക്കും കൂടുതൽ താല്പര്യം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇറച്ചിക്കറി കഴിക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിട്ട് ഇറച്ചിക്കറി കഴിക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നില്ല. അയ്യോ ഒന്ന് എന്ത് കറിയാണ് ഉണ്ടാക്കുക, എല്ലാ വീട്ടമ്മമാരുടെയും തലവേദനയാണ്. അപ്പോൾ എല്ലാവർക്കും പരിഹാരമായിട്ട് നമുക്ക് ചക്കക്കുരു ഉപയോഗിച്ച് മസാലക്കറി ഉണ്ടാക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ ചക്കക്കുരു തൊലി കളഞ്ഞ് ആ വൈറ്റ് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നീളത്തിലോ റൗണ്ടിലോ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. റൗണ്ടിൽ കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു ചക്കക്കുരു 2ആയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ 3ആയിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അത് നമ്മുടെ കയ്യിലുള്ള ചക്കക്കുരുവിൻ്റെ വലിപ്പം അനുസരിച്ച് കട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവോള, അധികം വലിപ്പമുള്ള സവോള വേണ്ട. കൂടുതലായിട്ട് വേണ്ടത് ഉള്ളിയാണ്. ഒരു 20 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, അധികം ഇഞ്ചിയൊന്നും വേണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. എൻ്റെ കയ്യിലിപ്പോൾ തേങ്ങാക്കൊത്ത് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് ചേർക്കാത്തത്. ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്തും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കുമ്പോൾ പറയാം. ആദ്യം ഈ ചക്കക്കുരുവും സവോളയും ഉള്ളിയും ഒക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചക്കക്കുരുവും അതുപോലെ തന്നെ ഉള്ളിയും സവോളയും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. നീളത്തിൽ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തു. വലിയ ഉള്ളിയാണെങ്കിൽ 5ആയിട്ടൊക്കെ കട്ട് ചെയ്യാം. ചക്കക്കുരു ഞാൻ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി പൊടി പൊടിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ചെറുതാക്കി തന്നെ ഇഞ്ചി മുറിക്കുകയാണ് നല്ലത്, ഇല്ലെങ്കിൽ ഇഞ്ചി കടിക്കുമ്പോൾ ആ ടേസ്റ്റ് വ്യത്യാസം വരും നമ്മുടെ കറിയിൽ. പച്ചമുളക് ഒന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തു, ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട്. ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരു ഒന്ന് വേവിക്കാൻ വയ്ക്കാം. കുക്കറിലാണ് ചക്കക്കുരു വേവിക്കുന്നത്. ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ ചക്കക്കുരു. അപ്പോൾ വേഗം കുക്കായി കിട്ടും. ഇതിലേക്ക് ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. കുറച്ചധികം വെള്ളം ചേർക്കുക. നമ്മൾ സാധാരണ ചക്കക്കുരു മെഴുക്കുരുട്ടിക്കൊക്കെ ചേർക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വെള്ളം ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗ്രേവി നമുക്ക് ആവശ്യമാണ് ഈ ഒരു കറിയിൽ. അപ്പോൾ ഒരു 1.5 കപ്പ് വരെ വെള്ളം ചേർക്കാം. ഇത് നമുക്കൊരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. 2 വിസിൽ കൂടരുത്, ചക്കക്കുരു കുഴഞ്ഞു പോവും. അപ്പോൾ 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു കറക്റ്റായിട്ട് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കർ 2 വിസിൽ വന്നു, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. നമ്മുടെ സവോളയും ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ ഇഞ്ചിയാണ്. നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല. ചില കറികളിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കാറുള്ളൂ, ചില കറികളിൽ വെളുത്തുള്ളി ചേർക്കാറില്ല. ഇനി നമ്മുടെ സവോളയും ഉള്ളിയും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് ഉള്ളി തന്നെ ചേർത്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉള്ളി തന്നെ ചേർത്തിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു സവോളയും കൂടി ഇതുപോലെ ചേർത്തിട്ട് ചെയ്യുക. ഉള്ളി ചേർത്തിട്ട് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ നമ്മുടെ പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് ബ്രൗൺ ആയി പോകണ്ട. ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവിൻ്റെയും പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടി ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ. ആദ്യം നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മുടെ ചക്കക്കുരുവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, അതുകൊണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. അപ്പോഴേ എരിവ് കറക്റ്റ് ആവുള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മീറ്റ് മസാല ചേർക്കണം എന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ചേർക്കാം. ഇനി നമുക്ക് ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കറിയിൽ തക്കാളി ചേർക്കില്ല കേട്ടോ. തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് പുളിക്കായിട്ട് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ പൊടികളൊന്ന് 1 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുക്കായി വരും. ഈ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ഇതിലേക്ക് ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട്.
പിന്നെ തേങ്ങാക്കൊത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി ചേർക്കില്ലേ, ഇഞ്ചി ചേർത്തിട്ട് ഉടനെ തന്നെ തേങ്ങാക്കൊത്ത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം മാത്രം നമ്മുടെ സവോളയും ഉള്ളിയൊക്കെ ചേർത്ത് വഴറ്റുക കേട്ടോ. ഈ പൊടികളൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ പൊടികൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം. വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. ഇനി ചക്കക്കുരുവിലേക്ക് മസാലയൊക്കെ പിടിച്ചു വരണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഇനിയും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 15 മിനിറ്റ് നമ്മുടെ ഈ ഗ്രേവിയിൽ കിടന്ന് ചക്കക്കുരു വീണ്ടും കുക്കാവണം. അതുകൊണ്ടാണ് നമ്മൾ ചക്കക്കുരു ഓവർ കുക്കായി പോവാതെ കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരും. കുറുകി വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കക്കുരുവിൻ്റെ ആ ഒരു കുറുകൽ നമ്മുടെ ഗ്രേവിയിലേക്ക് കിട്ടിക്കോളും. ഒരുപാട് കുറുകില്ല കേട്ടോ. ഒരുപാട് കുറുകണം എന്നുണ്ടെങ്കിൽ ചക്കക്കുരു ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിപ്പോൾ ഉടയ്ക്കരുത്. അതൊന്ന് കറി പാകമായിട്ട് വരുമ്പോൾ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ചക്കക്കുരു നന്നായിട്ട് തിളച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമുക്ക് എത്രത്തോളം ഗ്രേവി കുറുകി വരണം എന്നുള്ളതനുസരിച്ച് ടൈം തീരുമാനിക്കുക. 15 മിനിറ്റ് എങ്കിലും കുറുകി വരികയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയാണല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി നമ്മൾ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയി. കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് കുറുകി പോകണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ചൂട് മാറി വരുമ്പോൾ കുറുകി വരും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് വേണ്ട വറവ് ചേർക്കാം. വറവ് ചേർക്കാൻ ഞാൻ ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് ഉള്ളി ഈ കറിയിൽ ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ചേർത്ത് വറവിട്ട് കൊടുക്കാം. കറി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും കുറുകി വന്നാൽ മതി കേട്ടോ. ഇത് ഈ ഒരു കറി ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ ചൂട് മാറിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ ചില കറികൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ചില കറികൾ ചൂട് നന്നായിട്ട് മാറി വന്നതിന് ശേഷം കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഈ ചക്കക്കുരുവിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ആ ചക്കക്കുരു ആ ഫ്ലേവർ എല്ലാം അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. അപ്പോൾ നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഇറച്ചിക്കറിയിൽ കടുക് ചേർക്കാറില്ല, പക്ഷേ വെജിറ്റബിൾ കറികൾ ഉണ്ടാക്കുമ്പോൾ കടുക് ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. അപ്പോൾ ആ വറവിൻ്റെ ടേസ്റ്റും ഫ്ലേവറും എല്ലാം നമ്മുടെ കറിയിലേക്ക് പിടിച്ചു വന്നോളും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നിട്ട് പിന്നെ ചൂട് മാറി കഴിയുമ്പോൾ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോഴാണെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറി ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അത്രയും സമയം ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വെജിറ്റബിൾ കറികൾ പല രീതിയിലുള്ളത് ആവശ്യമാണ്. പക്ഷേ ഇറച്ചിയും മീനും ഒക്കെ കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇറച്ചിക്കറിയുടെ ഫ്ലേവറിലൊക്കെ ഒരു കറി കഴിക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഉരുളക്കിഴങ്ങോ അതുപോലെ തന്നെ ചക്കക്കുരുവോ മുരിങ്ങയ്ക്കോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കറികൾ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പല രീതിയിലുള്ള കറികളും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മീനില്ലാത്ത മീൻ കറികളൊക്കെ ഉണ്ട്. അതുപോലെ സോയ ചങ്ക്സ് കൊണ്ടുള്ള ഇറച്ചിക്കറിയും ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഇറച്ചിക്കറിയും അങ്ങനെ പല രീതിയിൽ നമ്മൾ നോൺ വെജ് കറികളുടെ അതേ ടേസ്റ്റിൽ വരുന്ന വെജിറ്റബിൾ കറികൾ വയ്ക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. അതുപോലെ പല രീതിയിലുള്ള വെജിറ്റബിൾ കറികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സമയത്ത് ഇപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് എല്ലാവർക്കും വ്രതത്തിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിലും മറക്കാതെ ഒരു ലൈക്കും കൂടി തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.